യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ, പാകിസ്ഥാൻ്റെ സാഹസികതയെ നമ്മൾ തകർത്ത് വിട്ട് കഴിഞ്ഞിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ ഉറിയിൽ ഷെല്ലാക്രമണം നടത്തുമെന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? SKN പാകിസ്ഥാനെ കനത്ത പാഠം തന്നെ പഠിപ്പിക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ആയുധങ്ങളെ ഓരോന്നോരോന്നായി തകർത്ത് കളയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. എങ്കിലും അതിൽ പാഠം പഠിക്കുന്നില്ല പാകിസ്ഥാനിലെ പ്രധാന 5 നഗരങ്ങൾ പൂർണ്ണമായ അടച്ചുപൂട്ടലിലാണ്. അപ്പോഴും ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ, നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ആക്രമണം നടത്തുന്നത്. ഉറിയിൽ 20 മിനിറ്റ് മുമ്പ് പോലും പാകിസ്ഥാന്റെ ഷെൽ വീണ് പൊട്ടി എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. സമാനമായ നീക്കങ്ങൾ ഈ നേരം പുലർന്ന ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കുപ്വാരയിൽ ഉണ്ടായിരുന്നു. കുപ്വാരയിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തി. ഈ മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം തക്കതായ തിരിച്ചടി നൽകുന്നുണ്ട്. 3-ാം നാൾ പാകിസ്ഥാൻ ഷെല്ലാക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം പീരങ്കി ഉപയോഗിച്ചാണ് പ്രതിരോധിച്ചത്. പാക് മേഖലയിൽ കനത്ത നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ പുറത്തുവിടാനെന്നാൽ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. നിലവിൽ ഇപ്പോൾ അതിർത്തി മേഖലകളിൽ ആശങ്ക തുടരുകയാണ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുകയാണ്. അതേസമയം അതിർത്തി ജില്ലകളിലെ മറ്റിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ബാരാമുള്ളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ബാരാമുള്ള ജില്ല അതിർത്തി ജില്ലയാണ്. പാകിസ്ഥാനുമായി അതിർത്തി, ഒട്ടേറെ നീണ്ട അതിർത്തി തന്നെ പങ്കിടുന്ന ഒരു ജില്ലയാണ്. ഇവിടെ ജനജീവിതം സാധാരണ നിലയിലാണ്. എല്ലാ സർവീസുകളും, ബസ് സർവീസുകൾ അടക്കമുള്ള എല്ലാ സർവീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച വരെ. മറ്റെല്ലാം സാധാരണ നിലയിലാണ് ഈ ഒരു പുലരിയിലും. भैया कैसे है इधर? शुक्र अल्हम्दुलिल्लाह, हालात ठीक है। तो पता नहीं क्या चल रहा है यहाँ। फिलहाल तो हम ठीक से चल रहे हैं, लेकिन बॉर्डर पर कुछ ऐसे ही सुनने थे और खबर में उल्टा पुल्टा वो सुनते हैं हम। इधर भी ब्लैकआउट था कल रात को, बिजली नहीं था। हाँ, आधे डिस्ट्रिक्ट में बिजली नहीं थे, बारामूला में नहीं थे, और उस साइड में टंगमरग में साइड नहीं थे। कहीं सुना है, लेकिन इस साइड में हम खुले थे यहाँ। हाँ, इस साइड में SKN ആളുകൾക്ക് ആശങ്കയുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തിൽ, ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. അത് അവരുടെ സാധാരണ ജീവിതം ഓരോ ദിവസവും സാധാരണ ഒരു ദിവസം പോലെ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നു. ജനങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. മറ്റ് സേവനങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ വൈദ്യുതി മണിക്കൂറുകളോളം രാത്രി മുടങ്ങിയെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അത് മറ്റ് ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങളെ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റെല്ലാം തന്നെ സാധാരണ നിലയിലാണ്. അതിർത്തി ഗ്രാമങ്ങൾ, അതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉന്നം വച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലുണ്ടാക്കിയ വലിയ നാശം, അതിന് പകവീട്ടാൻ ഇന്ത്യയിലെ നിരായുധരായ സാധാരണക്കാരായ കർഷകർ, അവരെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. നിമിഷങ്ങൾ മുമ്പ് വരെ, ഏതാണ്ട് 20-25 മിനിറ്റ് മുമ്പ് പോലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം ഈ പകലിലും ആരംഭിച്ചിരിക്കുന്നു. തുടരുകയാണ് അത്. ഇന്നലെ രാത്രി 7:30-യോടെ ഇരുട്ട് തുടങ്ങിയ ഘട്ടത്തിൽ ആരംഭിച്ച ആക്രമണമാണ് പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നത്. അതിനിടെ ഇന്ത്യ പല തരത്തിലുള്ള മറുപടി അത് പാകിസ്ഥാന്റെ മണ്ണിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപവും നൽകി കഴിഞ്ഞു. അതിൽ നിന്നും ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ അതിർത്തി മേഖലകളിൽ രക്ഷാപ്രവർത്തനം, പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 8 സെക്ടറുകളിലാണ് പാകിസ്ഥാൻ രൂക്ഷമായ ആക്രമണം ഇന്നലെ രാത്രി നടത്തിയിരിക്കുന്നത്. ഷെല്ലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് സാധാരണക്കാരെ ആക്രമിക്കുക, വീടുകൾ ആക്രമിക്കുക എന്നുള്ളത് കേട്ടുകേൾവിയുള്ള ഒന്നല്ല. അതാണ് കുപ്വാരയിലും ഉറിയിലും പൂഞ്ചിലും സംഭവിച്ചത്. ഈ ഒരു ശ്രമങ്ങളെ ഇന്ത്യൻ സൈന്യം കൃത്യമായി തന്നെ പരാജയപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി പാകിസ്ഥാന്റെ ഡ്രോണുകൾ അടിച്ചിടാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. എങ്കിൽ പോലും പ്രകോപനം ഈ ഒരു ഘട്ടത്തിലും തുടരുകയാണ് പാകിസ്ഥാൻ.